മുമ്പായിട്ട് അങ്ങയുടെ ഇപ്പോ ഈ 24 ന്യൂസിന്റെ ഇതിനകത്ത് അങ്ങയുടെ ഇൻട്രോയും വെച്ചുകൊണ്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഹെഡ്ലൈൻ കൂടി വായിക്കാം. ജാതിവാൽ അല്ലെ, ജാതിവാൽ പറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെൻഷൻ നൽകിയില്ല. അങ്ങയുടെ നിലപാടാണോ ആ പറഞ്ഞത്? അങ്ങ് പറഞ്ഞ ഇൻട്രോ അങ്ങയുടെ നിലപാടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങയുടെ നിലപാട് എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ മുഴുവൻ പേരും പറഞ്ഞതിൽ ജാതിവാൽ ഉണ്ടെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ജാതീയവാദിയാണെന്ന് അങ്ങ് സമ്മതിക്കുമോ? ജാതീയവാദിയായിരുന്നു എന്ന് സമ്മതിക്കുമോ? സത്യപ്രതിജ്ഞാ ദിവസമാണ് വി ഡി സതീശന്റെ അച്ഛന്റെ പേര് മേനോനാണെന്നുള്ളതും ആ ജാതിവാലും ഞാൻ കേൾക്കുന്നത്. അങ്ങനെ പൊതുസമൂഹത്തെ ജാതിവാൽ അറിയിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? മുൻപ് എവിടെ പോയി അദ്ദേഹത്തിന് ആ സ്നേഹം? നിങ്ങൾ എന്ത് വൃത്തികേടാണ് പറയുന്നത്? നിങ്ങൾ എന്ത് വൃത്തികേടാണ് പറയുന്നത്? നിങ്ങൾ ദേശാഭിമാനി റിപ്പോർട്ടർ അല്ല. നിങ്ങൾ പോയിട്ട് AKG സെന്ററിൽ പോയി പറയണം. AKG സെന്ററിൽ പോയിരുന്നു വായിക്കുക നിങ്ങൾ വേണ്ടത്. വി ഡി സതീശന്റെ അച്ഛന്റെ പേര് വടശ്ശേരി ദാമോദര മേനോൻ എന്നാണെങ്കിൽ പിന്നെ അത് മാറ്റാൻ പറ്റുമോ? അതിന് പകരം നിങ്ങൾ പറയുന്നേക്ക് അസ്മിത പറയുന്നേക്ക് സ്വന്തം പേരിൽ ജാതിവാല് കൊണ്ട് നടന്ന EK നായനാരും EN ശങ്കരനും രാമചന്ദ്രപിള്ളയും C അച്യുതാനന്ദനും ജാതിവാദികളാണെന്ന് നിങ്ങൾ നിലപാടുണ്ടോ? പറയുന്നത് കേക്ക്. രണ്ടാമത്, നിങ്ങൾ പെൻഷൻ കൊടുത്തില്ല എന്ന് പറയുന്നു. പെൻഷൻ 25-ാം തീയതിക്ക് മുമ്പ് കൊടുക്കാനുള്ള പണം ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്ത DBT ഉള്ളവർക്ക് പെൻഷൻ ലഭിച്ചു നിങ്ങൾക്ക് അറിയാത്തതാണോ? നിങ്ങൾ എന്തിനാണ് സത്യവിരുദ്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്? നാണമില്ലേ നിങ്ങൾക്ക്? ഒരു സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുമ്പ് CPM-ന്റെ ടെൻഡർ ഏറ്റെടുക്കുകയാണോ? താങ്കൾ ഇപ്പോൾ പറഞ്ഞ പെൻഷനുമായി ബന്ധപ്പെട്ട് നിറമരുതൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞാനത് വായിക്കാൻ താങ്കൾ അനുവദിക്കുമോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞ ട്രഷറിയിൽ പണം എത്തിയിട്ടുണ്ട് എന്നുള്ളത് അതിലറിയാം. ഒന്ന് വായിക്കാൻ സമ്മതിക്കുമോ? അസ്മിത, നിങ്ങളുടെ പശ്ചാത്തലം കേൾക്കൂ. നിങ്ങളുടെ പശ്ചാത്തലം CPM-ന്റെ രാഷ്ട്രീയം പറയുന്ന പശ്ചാത്തലമാണ്. നിങ്ങൾ CPM-ന്റെ ജാതി പറയുന്ന പശ്ചാത്തലമല്ല സാർ. എനിക്ക്